ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കട്ടോ. ഇന്നേ നമ്മൾ പോത്തുംകാല് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ആദ്യം കാണിക്കുന്നത്. ഇതാണെങ്കിൽ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ആ കൊണ്ടുവന്ന് അതേപോലെ തന്നെ ഞാൻ കഴുകിയാണ്ട് അടുപ്പത്ത് വെക്കാട്ടോ ചെയ്തത്. അത് ചെറുതാക്കാനൊന്നും നിന്നിട്ടില്ല. നമ്മളെ കത്തി കൊണ്ട് അത് വെട്ടിക്കറക്കാൻ നിന്നാലേ പിന്നെ ശരിക്കും കണ്ടായി കിട്ടൂല. നല്ല അതിൻ്റെ ആ ഒരു മുട്ടുംകാലും ഒക്കെ ഉണ്ടായിമല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇത് രണ്ടെണ്ണം ഉണ്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ കഴുകിയാണ്ട് അങ്ങനെ തന്നെ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാനിമ്മ ഉണ്ടാക്കുന്നത് കണ്ടാണ് കുറേ മുന്നേ. നമ്മളൊക്കെ കുട്ടികളതിനൊക്കെ പിന്നെ അങ്ങനെ സൂപ്പൊക്കെ ആക്കിയാണ്ടൊക്കെ ഇപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട്. ഉമ്മ ഉണ്ടാക്കി കൊടുത്തതൊക്കെ. അല്ലാതെ നമ്മൾ ഈ വീട്ടിലേക്ക് ഇപ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവരാം കേട്ടോ പോത്തുംകാല്. അപ്പം ഞാൻ ആ ഒരു കണ്ട രീതിയിൽ എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഉമ്മയുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതാ ഞാൻ കഴുകിയാണ്ട് വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളമൊക്കെ അതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോത്തുംകാല് ഉണ്ടാക്കലുണ്ടോ? ഇതേപോലെയാണോ ഉണ്ടാക്കലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. അങ്ങനെ അത് കഴുകിയൊക്കെ ചെയ്തു. പിന്നൊന്നും നമുക്ക് ന്യൂട്രലോടൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് എള്ള് കഴുകി മില്ലിലൊക്കെ കൊണ്ടുപോയി ചൂടാക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് അടുപ്പത്ത് വെക്കട്ടെ, എന്നിട്ട് അതിന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് വേവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. കാരണം ഇത് കണ്ടില്ലേ വലിയ പീസുമാണ്. പിന്നെ വെന്ത് കിട്ടാനും കുറേ ടൈം എടുക്കും എല്ലൊക്കെ ആയതുകൊണ്ട് കേട്ടോ. ഇന്ന് പിന്നെ അങ്ങനെ മഴയൊന്നുമില്ല കേട്ടോ, നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ തോട്ടിലിങ്ങനെ ചെറിയ മീനുകളുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അല്ലേന്ന് അറിയില്ല. ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ വീഡിയോ എടുത്താണ്. ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് ഈ തോടും അതേപോലെ തന്നെ ഈ പച്ചപ്പുള്ള തെങ്ങിൻ തോട്ടമൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ബീഫ് വെക്കുമ്പോഴും അതേപോലെ ചിക്കനൊക്കെ വെക്കുമ്പോഴൊരു നല്ല അടിപൊളിയൊരു മസാല ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല. കുറേ മുന്നേ ചെയ്തേക്കും ചിലപ്പോൾ. മസാല മല്ലി ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് പച്ചമല്ലിയും അതേപോലെ തന്നെ വറ്റൽമുളകും പിന്നെ അതിലേക്ക് പെരുംജീരകവും നല്ല ജീരകം കുറച്ചെടുക്കുള്ളൂ കേട്ടോ. പെരുംജീരകം ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ല ജീരകം ഒരു 3/4 സ്പൂണ് അത്ര മതി കേട്ടോ. നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ പെട്ടെന്ന് തന്നെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ച് മതി. പിന്നെ കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഇതിലേക്ക് കുരുമുളകും അതേപോലെ തന്നെ തക്കോലം അതേപോലെ ഏലക്കായ അതും കൂടി ചേർക്കും കേട്ടോ. ഒക്കെ കുറേശ്ശെ മതി. ഇത് അങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ചാൽ നല്ല സ്മെല്ലാട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇടും. കറിവേപ്പിൻ്റെ ഇലയും തന്നെ നല്ലോണം ഇങ്ങോട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. എന്നാലുള്ളൂ പിന്നെ ശരിക്കും പൊടിഞ്ഞ് കിട്ടുക. അതേപോലെ അങ്ങനെ കുറച്ചധികമൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കുമ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ അതൊക്കെ കുറച്ചിടുകയാണെന്നുണ്ടെങ്കിലേ നല്ല സ്മെല്ലേക്കാരം കേട്ടോ. നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റുമാണ്. പണ്ടത്തെ അമ്മമാരൊക്കെ ബീഫൊക്കെ വെക്കുമ്പം ഈ മല്ലിമുളകൊക്കെ വറുത്ത് പൊടിച്ചാണ്ട് അങ്ങനെയല്ലേ ഉണ്ടാക്കൽ. ഇപ്പം നമുക്കൊക്കെ പൗഡറായിട്ട് അങ്ങനെ വാങ്ങാൻ കിട്ടും. നമ്മളങ്ങനെ വാങ്ങും ചെയ്യും. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ മസാല തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ അതൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ പോത്തുംകാല് ഞാനൊരു ചെമ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ സവാള കട്ട് ചെയ്തതും അതേപോലെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ചും കൂടെ വെളുത്തുള്ളിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതക്കൊന്നും ചെയ്യാതെ തൊലി കളഞ്ഞത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ മസാല ഉണ്ടല്ലോ, അതൊരു 2.5 സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല. ഉപ്പ് ഇത് തിളച്ചതിന് ശേഷം ഒക്കെ കൂടെ ഇട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം തിളച്ച് വന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് ആ ഒരു മസാലപ്പൊടിയും ചേർത്ത് എന്നിട്ട് കൈകൊണ്ട് നല്ലോണം തിരുമ്മി കുഴച്ച് വെക്കണുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്ത് കൊണ്ടുപോയിട്ട് വേവിച്ചെടുക്കുക. കുക്കറിലൊന്നും ഇത് കൊള്ളൂല. അതിങ്ങനെ ചെറിയ പീസാക്കി വെട്ടി കറച്ചാണ്ട് അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ വെന്ത് കിട്ടും ചെയ്യും. അതേപോലെ എളുപ്പത്തിലൊന്നും വേവില്ല, എന്നാലും ഒരു 3-4 മണിക്കൂർ എന്തായാലും വേവ് ഉണ്ടാവും. എന്നാലും ഇതേപോലെ ആവില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉച്ചക്ക് ചോറിന് കൂട്ടാനാട്ടോ ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇതുപോലെ നല്ലോണം ഇറച്ചി കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് വരുമ്പോൾ അതിൽ ഇങ്ങനെ നമുക്കിങ്ങനെ വലിച്ചു പറിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതിന് അത്യാവശ്യം വേവ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് മസാലയൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് അടുപ്പൊക്കെ കത്തിച്ച് അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കും ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ലേ ഇനി ഞാൻ, അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു സമയത്ത്. ഒന്നും ആയിട്ടില്ല കേട്ടോ, അത് വെന്ത് കിട്ടാൻ കുറേ നേരം എടുത്തിക്കണ്. ഒരുപാട് സമയം പറഞ്ഞാൽ 4 മണിക്കൂറൊന്നും അല്ല, 4 മണിക്കൂറോ അതിലേറെയൊക്കെ സമയം എടുത്തിക്കണം കേട്ടോ വേവാൻ. ലാസ്റ്റ് ഞങ്ങളിത് വേവായിട്ട് ഇതിന്ന് കുറച്ച് കറി എടുത്താണ്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറ് തിന്നാട്ടോ ചെയ്തത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനാണ് ഒക്കെ കൂടെ ശരിക്കും അങ്ങോട്ട് വെന്തത് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പ് കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇനിയും അടച്ച് വെച്ചിട്ട് തീ നല്ലോണം കത്തിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എനിക്ക് കുറേ പണികൾ വേറെ ഉണ്ട് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ അങ്ങനെ ചെയ്യണമുണ്ട്. വലിയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുക്കറിലൊക്കെ വെച്ചാൽ മതി. ഇതിപ്പം ഇങ്ങനെ വെക്കുകയാണ് ടേസ്റ്റ്. ഇതേപോലെ അല്ല കേട്ടോ, എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നത് വലിയ മൺകലത്തിലാക്കിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കലേനി. അപ്പോൾ നമ്മുടെ അടുത്ത് അത്ര പോകുന്ന മൺകലമൊന്നും ഇല്ല. അങ്ങനെ അത് അവിടെ അടുപ്പത്ത് കടന്നിട്ട് വേവട്ടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നെയ്ച്ചോറാണ് ഉച്ചക്ക് ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പിന്നെ എളുപ്പമല്ലേ, അത് പിന്നെ അവിടെ ഗ്യാസ്മേൽ അങ്ങനെ ഉണ്ടാക്കണുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ആവുമല്ലോ. പിന്നെ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ ഇട്ടിക്കണില്ലേ നെയ്ച്ചോറിൻ്റെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ നമ്മളിപ്പോൾ കുറച്ചായിട്ടുള്ളൂ, നമ്മൾ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ടോ അതിലും വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഓരോ തിരക്കുകാരനെയും മറ്റേത് എന്തെങ്കിലുമൊക്കെ റെസിപ്പി ഞാൻ ഇടലുണ്ട്. ഇപ്പം നമുക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയപ്പം ഒന്നിനും സമയമില്ലാതെ ആയിപ്പോയി. എന്നാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് റാഹത്താണ് കേട്ടോ. നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. ഒക്കെ നമ്മളെ ഈ ഒരു യൂട്യൂബ് ചാനലുകൊണ്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും കേട്ടോ. അതേപോലെ എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഓലൊക്കെ പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ടാവും അങ്ങനെയൊക്കെ ബിസിനസ്സൊക്കെ തുടങ്ങാനൊക്കെ പറ്റിയത്. ഒക്കെ എല്ലാം ഒക്കെ ഒരു നിമിത്തമാണ് ആവുമെന്നൊക്കെ പറയുന്നിട്ടില്ല അതേപോലെ. അപ്പോൾ നമ്മളെ പോത്തുംകാല് നല്ലോണം വെന്തിട്ടില്ല, എന്നാലും അത്യാവശ്യം വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കൂടെ ചോറുന്നാ നേരം വൈകിക്കണം കേട്ടോ. സമയം 2:45 3 മണിയൊക്കെ ആയിക്കണം. അപ്പോൾ ഞാൻ പിന്നെ അതൊന്ന് തൂമിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അതടുപ്പത്ത് ഇതാണ് കേട്ടോ പോത്തുംകാല്, കണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് നുള്ളി നോക്കിയപ്പോൾ എല്ലുമെന്നൊക്കെ വേറിട്ട് വന്നിക്കണം കേട്ടോ. ബീഫ് ഇറച്ചി ഇങ്ങനെ വേറിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഉച്ചക്ക് ഇനി കുറച്ച് കറിയും കുറച്ചൊക്കെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച്. ബാക്കിയുള്ളത് പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് അങ്ങനെ കടന്ന് വന്നോട്ടെ കരുതിട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇനി ഉരുളി വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതേപോലെ അതിലേക്ക് സവാള കട്ട് ചെയ്തത് ഇട്ടിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതേപോലെ തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് പൊടികൾ കുറേശ്ശെ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് മസാലപ്പൊടികളൊക്കെ, എന്നാലും കുറേശ്ശെ മസാലപ്പൊടികളും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ മസാലയും മല്ലിപ്പൊടിയും ഒക്കെ കുറച്ചും കൂടെ ഇട്ടിട്ട് ആ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് കരിയണിയിലെടുക്കാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ചാറ് കുറച്ച് വറ്റി വരാനും ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മസാലയിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് എന്തായാലും വെക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ പോത്തുംകാലി എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചാറോട് കൂടിയിട്ട് എണ്ണയ്ക്ക് അങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതിൽ കിടന്നിട്ട് നല്ലോണം വെട്ടി തിളച്ച് വേവട്ടെ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ഈ പോത്തുംകാലിൻ്റെ മജ്ജ എടുക്കൂലേ, അതെടുത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടോ. ഈ ഒരു സമയത്തൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല ചൂടായി ഞങ്ങൾ ഉച്ചക്ക് ചോറുന്നപ്പം. പിന്നെ ചൂടൊക്കെ ആറി പിന്നെ അപ്പോൾ എന്തോ ഇതും കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ കഴിച്ച സമയത്ത് ഇങ്ങനെ കുത്തി നോക്കിയപ്പോൾ അതിൻ്റെ മജ്ജ കിട്ടിയിട്ടുണ്ടേനെ കേട്ടോ. പക്ഷെ അവൻ കൂടി വീഡിയോയിൽ കാണണ്ടേനി, പക്ഷെ കണ്ടില്ല. വീഡിയോ കാണാനല്ല കേട്ടോ, ഞാൻ അടുത്തൊക്കെ ചെയ്തിനി. ഞാൻ കുറേ തപ്പി നോക്കി, പിന്നെ നല്ല തന്നെ വീഡിയോ ഇടാൻ നേരം വൈകിക്കണ്. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഇട്ടും ചെയ്തു കേട്ടോ. ഈ വയനാടൻ പോത്തുംകാലിയൊക്കെ പറഞ്ഞാൽ അങ്ങനെ വൈറലായിട്ടുള്ളൊരു റെസിപ്പി അല്ലേനോ. അപ്പോൾ ഇത് ആ ഒരു രീതിയിലൊന്നും അല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ സാധാ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇനി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അതിൻ്റെ ആ ഒരു കറിയൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിക്കാൻ. അതേപോലെ തന്നെ നല്ല ചൂടാണ്, തൊടാൻ വയ്ക്കാത്ത ചൂടേനി. പിന്നെ ഞാൻ അതിന് ഒരു കാലെടുത്തിട്ടോ, ഒരു കാലെടുത്തിട്ട് അതിമെന്ന് ഇങ്ങനെ ഇറച്ചിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പിച്ച പോരുന്നുണ്ടായിന്. അപ്പോൾ അതെടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചത് കേട്ടോ. കുറച്ച് ഇതിൻ്റെ ചാറും കൂട്ടിയിട്ട്
അപ്പോൾ നെയ്ച്ചോർക്കൊക്കെ നല്ല ബെസ്റ്റ് തന്നെ കേട്ടോ. ഇതാ കണ്ടോ, പിന്നെ ഇതിങ്ങനെ കൈ കൊണ്ട് പിച്ചുമ്പോൾ തന്നെ പോരുന്നുണ്ട് കേട്ടോ. അപ്പം വെന്തിട്ടുണ്ട്, എന്നാലും അതിൻ്റെ ആ ഒരു മജ്ജൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാറണം, അല്ലെങ്കിൽ ഇതിങ്ങനെ കുത്തി വെക്കാനൊക്കെ ഗതിയുണ്ട്. അപ്പോൾ ഒന്നത്തത് ചിഞ്ചുമോളും ബാവും അങ്ങനെ കുത്തിയെടുത്തിട്ടുണ്ടതിന്, ഒന്നത്തത് ഞാനും കുത്തിയെടുത്തിട്ടുണ്ടതിന് കേട്ടോ. പക്ഷെ ആ വീഡിയോ മിസ്സായിപ്പോയി. അങ്ങനെ എന്താ ചോറൊക്കെ ഓർക്കൊക്കെ വിളമ്പി കൊടുത്ത് ഞാനും ചോറൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് തൈര് സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടതിന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടോ, ഞാനും കഴിച്ചു, എല്ലാവർക്കും കൊടുത്ത് ഞാനും കഴിച്ചു. ഞാൻ ചിലപ്പോൾ അങ്ങനെയാണ്, ആദ്യം പറയേണ്ടത് അവസാനം പറയും. എല്ലാവർക്കും കൊടുത്തിട്ട് തന്നെ ഞാനും കഴിച്ചത് കേട്ടോ. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് ന്യൂട്രി സീഡ്സിലോട് കൊടുക്കാണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് ഇനി. അപ്പോൾ ഇതിലേക്ക് ഞാൻ എല്ലാ സീഡ്സും ഇടാറുണ്ട്, എനിക്ക് കിട്ടുന്നതൊക്കെ കേട്ടോ. പിന്നെ സൺഫ്ലവർ സീഡ്സ്, അതേപോലെ തന്നെ പിന്നെ പംകിൻ സീഡ്സ്, പിന്നെ ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, പിന്നെ മക്കാന, അതേപോലെ തന്നെ പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മളെ സാധാ ന്യൂട്രിലോടൊക്കെ ചേർക്കണ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ അതും ഇതിലേക്ക് ചേർക്കും കേട്ടോ. അപ്പോൾ അതാണ് സ്പെഷ്യലായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 100 ബോളൊക്കെ ഉള്ളതാട്ടോ ഈ ഉണ്ടാക്കുന്നത്. ഇതൊരു ഇത്ര സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തതേനി. അവർക്ക് നല്ലോണം മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ അങ്ങനെ കുറേ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഉമർട്ടിയോ എന്ന് പറയും, ഓരോ അഡ്രസ്സിൽ അതാണ് കേട്ടോ. പക്ഷേ ഓരോ വൈഫാണ് ഓർഡർ തരല്. ഒരു അച്ചാറിനും അതേപോലെ ന്യൂട്രിലോഡൂനും ഒക്കെ ഓർഡർ തരലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ തരലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു സൗദിക്ക് പോവുകയാണ്, അപ്പോൾ അതേപോലെ ഫിഷ് അച്ചാറും ബീഫ് അച്ചാറും പിന്നെ വെളുത്തുള്ളി അച്ചാറിനൊക്കെ ഓർഡർ തന്നിക്കണം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ സീഡ്സ് ലഡു ഉണ്ടല്ലോ, അതിൻ്റെ പൗഡർ, അതേപോലെ ന്യൂട്രിലോഡു, അങ്ങനെയൊക്കെ ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതതിൻ്റെ മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നെടുത്ത വീഡിയോ ഇൻഷാ അല്ലാ പിന്നെ ഒരിക്കൽ ഞാൻ അപ്ലോഡ് ചെയ്യാണ്ട്. അങ്ങനെ നമ്മളെ സംഭവങ്ങളൊക്കെ വറുത്തെടുത്തിക്കണം കേട്ടോ. എള്ള്, കടല, ബദാം, അണ്ടിപ്പരിപ്പ്, അതേപോലെ അവില്, കുറച്ച് അരി, പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് റാഗി പൗഡറാണ്. ഇതും നമ്മൾ കഴുകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചതാട്ടോ നമ്മൾ റാഗിപ്പൊടി. അപ്പോൾ അത് ഞാനൊന്ന് ഒന്നും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. അവിടുന്ന് വറുത്തൊക്കെ കിട്ടിയത് തന്നെയാണ്, എന്നാലും ഒന്നും കൂടെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയൊക്കെ അതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തിട്ട്, അത് വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ലഡു രൂപത്തിലൊക്കെ ആക്കി എടുക്കുമ്പോഴേ ചീത്തയാവാനൊക്കെ ചാൻസ് ഉണ്ട്. നല്ലോണം വറുത്ത് റെഡിയാക്കി എടുക്കണം. പിന്നെ ആ ഒരു ചട്ടിയിൽ പിന്നെ നമ്മൾ റാഗി പൗഡർ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിന് കേട്ടോ. അതും വറുത്താണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് ചൂടാറണം പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മളെ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞപ്പോൾ കുട്ടികളവിടെ പാക്കാക്കുന്നുണ്ട് കേട്ടോ, നാത്തൂൻ്റെ മക്കൾ. പിന്നെ അത് ഇന്നലെ ഉണ്ടാക്കിയതാണ്, അതിൻ്റെ തലേ ദിവസം ഉണ്ടാക്കിയത് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇനി അതും ബോൾസൊക്കെ ആക്കി എടുത്ത് നല്ലോണം ചൂടാറിന് ശേഷമേ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു നേരം ഞാൻ ഒഴിഞ്ഞ് നിൽക്കലില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫിഷ് അച്ചാർ ഉണ്ടാക്കണം. അപ്പം അച്ചാറിനുള്ള മീനൊക്കെ ഞാൻ കുറേ നേരമായിക്കണു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് തിരുമ്മി വെച്ചിട്ട്. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞപ്പോൾ ഇനി അതും കൂടെ വേഗം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് മറ്റേതൊക്കെ ബോൾസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാറിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. നല്ല ചൂടിൽ പൊടിച്ചെടുത്താലേ അതിന് എണ്ണ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ, എണ്ണ ഇങ്ങനെ കിനിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് പൊടിഞ്ഞ് നന്നായി കിട്ടൂല. ആ നനവ് ഉണ്ടാവുമ്പോഴേ അതൊരു ഗതികേടാണ്. അപ്പോൾ അത് ചൂടാറിയപ്പോൾ തന്നെ ഞാൻ വേഗം മീനച്ചാർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനച്ചാറിൻ്റെ റെസിപ്പി അതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കണില്ല. പിന്നെ അതവിടെ മക്കളെ പാക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ബോട്ടിലൊക്കെ പിന്നെ അടപ്പിൻ്റെ അവിടെയൊക്കെ ടാപ്പൊക്കെ വെച്ച് നല്ല ഭദ്രമായിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അച്ചാർ അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടോ. മീനിൽ മുള്ളൊക്കെ ഉണ്ടായിന്, ആ മുള്ളൊക്കെ കളഞ്ഞാണ്ട് പിന്നെ അച്ചാറൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഞാനൊക്കെ പൊടിച്ച് ഒക്കെ ചെമ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ കൂടെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്ത് കൂടുതലേക്കാരം. പിന്നെ ഞാനും തന്നെ ഇങ്ങനെ അർജൻറ്റ് ഡ്യൂട്ടി പണിയെടുക്കേക്കാരം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസൊന്നും ചിലപ്പോൾ എനിക്ക് എടുക്കാനും പറ്റില്ല കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ വീഡിയോ എടുക്കുകയും ചെയ്യും. അപ്പോൾ ഒക്കെ പൊടിച്ച് ലാസ്റ്റ് കറിവേപ്പിൻ്റെ ഇല പൊടിച്ചതും ഒക്കെ ഇട്ടുകൊണ്ടതാ പിന്നെ ഒക്കെ മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ ബോൾസൊക്കെ ആക്കി വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ ലഡു പുറം ഭാഗം നല്ല ഒരു കട്ടിയായിട്ടൊക്കെ തോന്നും, പക്ഷേ ഉള്ളു നല്ല സോഫ്റ്റ് ആയിക്കാരം കേട്ടോ. ഇത് ബോൾസ് ആക്കി എടുക്കണ ആ ഒരു സമയത്ത് ഒക്കെ സോഫ്റ്റ് ആയിക്കാരം. പിന്നെ നമ്മൾ ബോട്ടിലൊക്കെ ആക്കുക നല്ലോണം തണുത്തതിന് ശേഷമാണ്. അപ്പോഴത്തിന്
അങ്ങനെ പുറം ഭാഗം ഒന്ന് ഹാർഡാവും കേട്ടോ. പിന്നെ നമ്മൾ മുറിച്ച് കഴിക്കുന്ന സമയത്താണ് അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിക്കാരം. നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. കുട്ടികളൊന്നും കഴിച്ചാൽ വിടൂല. അപ്പോൾ അതെല്ലാവർക്കും കഴിക്കാൻ പറ്റും കേട്ടോ. ആരോഗ്യത്തിന് നല്ലതാണ് എല്ലാവർക്കും കഴിക്കുന്നത്, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ. പിന്നെ നമ്മൾ ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സീഡ്സ് ലഡു ഉണ്ടല്ലോ, അത് കഴിച്ചാൽ അതിൽ ഒരുപാട് പിന്നെ മറ്റിലൊക്കെ ചേർക്കുന്ന കാട്ടിലും കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ്. കാൽസ്യം അയണും ഒക്കെ അതിലുണ്ടാവും. നമ്മൾ ചേർക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, ഒക്കെ കാണിച്ചു തന്നിട്ടല്ലേ ഞാൻ ഉണ്ടാക്കും ചെയ്യുന്നത്. അപ്പോൾ പ്രസവിച്ചെടുക്കുന്നവർക്കൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. അതേപോലെ കുട്ടികൾക്ക് പാലൊക്കെ ഉണ്ടാവാനൊക്കെ നല്ലതാണ്. പിന്നെ വയസ്സറിയിരിക്കുന്ന പെൺകുട്ടികൾക്കും സുന്നത്തല്യാണം കഴിച്ചെടുക്കുന്ന ആൺകുട്ടികൾക്കും ഒക്കെ നല്ലതാട്ടോ. അപ്പോൾ മക്കൾക്ക് നമ്മൾ സ്നാക്സൊക്കെ കൊടുക്കൂലേ രാവിലെ ചായക്കൊക്കെ, അല്ലെങ്കിൽ 4 മണിക്ക് ചായക്കൊക്കെ, അപ്പോൾ ഇത് എടുത്ത് കൊടുത്താൽ മതി. അങ്ങനെ ബേക്കറി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിഞ്ചുമോളൊന്നും നല്ല പണിയില്ല കേട്ടോ. ഓൾക്ക് പിന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കുന്ന പണിയും അതേപോലെ തന്നെ അപ്പോൾ ചില ആൾക്കാർ അച്ചാറിന് ഓർഡർ തന്നിട്ടുണ്ടാവും, ചില ആൾക്കാർ ന്യൂട്രി പൗഡറിനാവും തന്നിക്കുക, ചിലർ ന്യൂട്രി ലഡുവിനാണ്, ചിലർ സീഡ്സ് ലഡുവിനാണ് ഓർഡർ തരിക. അതേപോലെ സീഡ്സ് പൗഡറിന് ഓർഡർ തന്നോളിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുന്ന ആളൊക്കെ ഓളാണ് കേട്ടോ. പിന്നെ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഓളൊക്കെ നോക്കിയിട്ടാണ് ഒക്കെ പാക്ക് ചെയ്യലും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളെ പ്രൊഡക്റ്റൊക്കെ ആവശ്യം, ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കട്ടെ, അതിൽ ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ